സ്ത്രീ സമൂഹത്തിന്റെ സമഗ്ര വികസനത്തിനും നാടിന്റെ സുസ്ഥിര വികസനത്തിനും ഊന്നൽ നൽകിക്കൊണ്ട് കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള ജെൻഡർ ബജറ്റ് വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ അവതരിപ്പിച്ചു. 40,49,58,123 രൂപ വരവും 39,60,66,150 രൂപ ചെലവും 88,91,943 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് തയ്യാറാക്കിയിരിക്കുന്നത്. വിവിധ മേഖലകളിലേക്കായി 40,49,58,120 രൂപയാണ് ബഡ്ജറ്റിൽ ആകെ വകയിരുത്തിയിരിക്കുന്നത്. സ്ത്രീ സമൂഹത്തിന്റെ പ്രതീക്ഷകൾ സാർത്ഥകമാക്കുന്നതിന് സ്ത്രീപക്ഷ നവകേരളം എന്ന കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് 24,45,51,000 രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ദാരിദ്ര്യ ലഘൂകരണത്തിന്റെ ഭാഗമായി ലൈഫ് കേവല ദാരിദ്ര്യം ഇല്ലാതാക്കുക എന്ന കാഴ്ചപ്പാടിലൂടെ വിഭാവനം ചെയ്ത അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി എന്നിവയിലേക്ക് 3,14,67,000 രൂപയും തരിശുരഹിത ബ്ലോക്ക് എന്ന ലക്ഷ്യത്തോടുകൂടി കാർഷിക മേഖലയിൽ നെൽകൃഷിക്കും പച്ചക്കറി കൃഷിക്കും പ്രാധാന്യവും പ്രോത്സാഹനവും നൽകിക്കൊണ്ട് കൃഷിവിളകളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത നേടുന്നതിനായി 50,12,500 രൂപയും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗത്തിൻ്റെ ഉന്നമനത്തിനായി പട്ടികജാതി പട്ടികവർഗ മേഖലകളിൽ 2,01,90,000 രൂപയും സമൂഹത്തിൽ പലവിധത്തിലുള്ള കഷ്ടതകൾ അനുഭവിക്കുന്ന ഭിന്നശേഷിക്കാർ, വയോജനങ്ങൾ, കുട്ടികൾ തുടങ്ങിയവരുടെ ക്ഷേമത്തിനായി 59,50,000 രൂപയും വനിതകളുടെ സാമ്പത്തിക ഭദ്രതയും സാമൂഹിക പദവിയും ഉയർത്തുന്നതിന് സ്വയം തൊഴിൽ സംരംഭങ്ങൾക്കായി പ്രാദേശിക സാമ്പത്തിക വികസനത്തിൽ 42,50,000 രൂപയും വകയിരുത്തി. എല്ലാ തുറകളിലും പെട്ട ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സമഗ്ര വികസന ക്ഷേമ പദ്ധതിയാണ് ബഡ്ജറ്റ് ലക്ഷ്യം വയ്ക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സുന്ദരി മോഹൻദാസ്, പ്രിൻസൺ തയ്യാലയ്ക്കൽ, അജിത സുധാകരൻ, ബ്ലോക്ക് മെമ്പർമാരായ അൽജോ പുളിക്കൻ, ടെസി ഫ്രാൻസിസ്, സജിത രാജീവൻ, KM ചന്ദ്രൻ, പോൾസൺ തെക്കുംപിടിക, ഷീല ജോർജ്, മിനി ഡെന്നി പാനോക്കാരൻ, VK മുകുന്ദൻ, TK അസൈൻ, സദാശിവൻ, ഹേമലത നന്ദകുമാർ, സതി സുധീർ, ടെസി വിൽസൺ, ബ്ലോക്ക് പഞ്ചായത്തിലെ വിവിധ നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി KK നിഖിൽ നന്ദി രേഖപ്പെടുത്തി. കോവിഡ്-19 മഹാമാരിയുടെ കാലഘട്ടത്തിൽ വർക്ക് ഫ്രം ഹോം എന്ന ആശയത്തിൽ സ്ത്രീകൾ അനുഭവിച്ച കടുത്ത മാനസിക സംഘർഷങ്ങളായ കുട്ടികളുടെ പരിപാലനം, വൃദ്ധരായ മാതാപിതാക്കളുടെ സംരക്ഷണം, വീട്ടിൽ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർ ഉണ്ടെങ്കിൽ അവരുടെ പരിപാലനം